ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാന്റെ ബാഗ്രാം സൈനിക വിമാനത്താവളം തങ്ങൾക്കു കൈമാറണം എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം താലിബാൻ ഭരണകൂടം നിരാകരിച്ചു. ഏറ്റവും വലിയ സൈനിക വിമാനങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ വിമാനത്താവളം നിർമ്മിച്ചത് റഷ്യയാണ്. ഇതിനെ നവീകരിച്ച് ഇന്നത്തെ നിലയിലെത്തിച്ചത് അമേരിക്കയാണ്. 2021 ഭരണം താലിബാനെ ഏൽപ്പിച്ച് അമേരിക്ക നാട്ടിലേക്ക് മടങ്ങിപ്പോയതുകൊണ്ടാണ് ഈ വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം അഫ്ഗാനിസ്ഥാന് ലഭിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച് ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല എന്ന് അമേരിക്ക ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും അത് പാലിക്കണം എന്നുമാണ് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആവശ്യപ്പെടുന്നത്. ചൈനയുടെയും ഇറാന്റെയും നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. സമാധാനപരമായ കൈമാറ്റം നടന്നില്ലെങ്കിൽ സൈന്യത്തെ അയക്കും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചു. ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഈ രാജ്യങ്ങൾ നേരത്തെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഈ ആവശ്യം നിരാകരിക്കുകയും ഗാസ പിടിച്ചെടുക്കാനുള്ള കരയുദ്ധം ഇസ്രായേൽ ആരംഭിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ 3 രാജ്യങ്ങളും പാലസ്തീനെ അംഗീകരിക്കാൻ തീരുമാനിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അംഗീകാരത്തെ ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേലും പാലസ്തീനും രൂപീകരിക്കാൻ വേണ്ടിയാണ് 1948 UK ഈ പ്രദേശങ്ങൾ കൈമാറിയത്. ആ വർഷം തന്നെ ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നു എങ്കിലും പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് 2 രാഷ്ട്രങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചത്. അമേരിക്കയുടെ പിന്തുണയോടെ ഈ നിർദ്ദേശം അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഈ വർഷം അവസാനിക്കുമ്പോൾ ക്ഷയരോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനായിരുന്നു ഭാരത സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈ ലക്ഷ്യം നേടാൻ കഴിയില്ല എന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിലെ ക്ഷയരോഗികളിൽ 27% ഇന്ത്യക്കാരാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ രേഖകളിൽ കാണുന്നത്. ഓരോ 3 മിനിറ്റിലും ഈ രോഗം ബാധിച്ച് 2 പേർ മരിക്കുന്നു. അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന പട്ടിണി പാവങ്ങളെയാണ് ഈ രോഗം വേട്ടയാടുന്നത്. ക്ഷയരോഗ ചികിത്സ സർക്കാർ ആശുപത്രികളിൽ പൂർണ്ണമായും സൗജന്യമാണ്. കൃത്യമായ പരിചരണത്തിലൂടെ ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും. എന്നാൽ യഥാസമയം ചികിത്സ തേടാനോ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ പലരും തയ്യാറാകുന്നില്ല. പലപ്പോഴും രോഗം മൂർച്ഛിച്ചതിന് ശേഷമാണ് ആശുപത്രിയിലെത്തുന്നത്. കൂടെ ചുമയ്ക്കുന്നവർ ആശുപത്രിയിലെത്തി രോഗനിർണയം നടത്തണം എന്ന നിർദ്ദേശം പലരും പാലിക്കുന്നില്ല. അമേരിക്ക നൽകുന്ന H1B വിസയുടെ 77%
ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന ചൈനക്കാരുടെ വിഹിതം 11% മാത്രമാണ്. വിസ നിയമത്തിൽ ട്രംപ് ഈ അടുത്ത കാലത്ത് വരുത്തിയ മാറ്റങ്ങൾ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വലിയ ഒരു വെല്ലുവിളിയാണ്. ഒരാളിന് വിസ ലഭിക്കണമെങ്കിൽ അയാളെ ജോലിക്കെടുക്കുന്ന കമ്പനി $1,00,000 ഫീസായി നൽകണം എന്നാണ് വ്യവസ്ഥ. TCS പോലെയുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, ആമസോൺ പോലെയുള്ള അമേരിക്കൻ കമ്പനികൾക്കും ഈ നിയമം ബാധകമാണ്. തന്മൂലം ഈ നിയമം കുറഞ്ഞ കൂലിക്ക് വിദേശികളെ വാടകയ്ക്കെടുക്കുന്ന അമേരിക്കൻ കമ്പനികൾക്കും വലിയ വെല്ലുവിളിയാണ്. പ്രസിഡന്റിന്റെ ഉത്തരവിനെതിരെ അമേരിക്കൻ കമ്പനികൾ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. ഈ ഉത്തരവ് നടപ്പിലായാൽ പല മേഖലയിലും ജോലി ചെയ്യുന്ന വിദഗ്ധന്മാർ അമേരിക്കയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരും. ഇത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെങ്കിലും മാതൃരാജ്യങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നാണ് പലരുടെയും വിലയിരുത്തൽ. ഗർഭിണികളായിരിക്കുമ്പോൾ പാരസിറ്റമോൾ ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് പിറക്കുന്ന കുട്ടികൾക്ക് ഓട്ടിസം എന്ന രോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഏതെങ്കിലും ശാസ്ത്രീയ പഠനത്തിലൂടെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഈ മുന്നറിയിപ്പ്. ഇത്തരം കാര്യങ്ങളിൽ ട്രംപ് പറയുന്നത് അവഗണിക്കാനും ബ്രിട്ടനിലെ ഡോക്ടർമാർ പറയുന്നത് കേൾക്കാനുമാണ് UK-യിലെ ആരോഗ്യ സെക്രട്ടറിയുടെ ഉപദേശം. ലോകത്തെങ്ങുമുള്ള ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു ഗുളികയാണ് പാരസിറ്റമോൾ. സുരക്ഷിതമായ ഒരു ഗുളികയായിട്ടാണ് പല ഡോക്ടർമാരും ഇതിനെ കാണുന്നത്. ട്രംപിൻ്റെ പ്രസ്താവന നിഷേധിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനും പല യൂറോപ്യൻ രാജ്യങ്ങളും പ്രസ്താവനകൾ ഇറക്കി. ഓരോ ദിവസം കഴിയുമ്പോഴും ഇത്തരം പ്രസ്താവനകളിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് സ്വയം അപഹാസ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു. താൻ അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാഗ്ദാനം. ഈ വാഗ്ദാനം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട ട്രംപ് വളരെ വിചിത്രമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്നാണ് പുതിയ വിശദീകരണം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ 80ാം വാർഷിക സമ്മേളനത്തിലാണ് ട്രംപ് ഈ ആരോപണം ഉന്നയിച്ചത്. 7 മാസത്തിനുള്ളിൽ ഇന്ത്യ പാക് യുദ്ധമടക്കം 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതായും 1 മണിക്കൂർ നീണ്ട ഈ പ്രസംഗത്തിൽ ട്രംപ് അവകാശപ്പെട്ടു. ഊർജ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തങ്ങൾക്കനുകൂലമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ ഇടപെടാനോ യുദ്ധം അവസാനിപ്പിക്കാനോ അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ല എന്നാണ് പലരുടെയും വിമർശനം. മെഡിറ്ററേനിയൻ കടൽക്കരയിലെ പല തുറമുഖങ്ങളിൽ നിന്നും ഗാസ നിവാസികൾക്ക് നൽകാനായി ശേഖരിച്ച സാധനങ്ങളുമായി പുറപ്പെട്ട കപ്പലുകൾക്ക് നേരെ ചൊവ്വാഴ്ച ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി. സുമൂദ് എന്ന സംഘടനയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഘടനയാണ് സുമൂദ്. ഇസ്രായേൽ ആക്രമണത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഗാസ നിവാസികളെ സഹായിക്കുന്നതിൽ നിന്നും പിന്മാറാൻ നേരത്തെ ഇസ്രായേൽ ഇവരെ ഉപദേശിച്ചിരുന്നു. വിതരണത്തിനുള്ള സാധനങ്ങൾ തങ്ങളെ ഏൽപ്പിക്കാനാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം സുമൂദ് നിരാകരിച്ചതിനെ തുടർന്നാണ് കപ്പലുകൾക്ക് നേരെ ഡ്രോണുകൾ അയച്ചത്.
ഇവരുടെ സുരക്ഷയ്ക്കായി കപ്പലുകൾ അയക്കാൻ ഇറ്റലിയും സ്പെയിനും തീരുമാനിച്ചു. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവകാരുണ്യ പ്രവർത്തകരുമായിട്ടാണ് ഈ കപ്പലിൻ്റെ യാത്ര. ഇവർക്കെതിരെ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ യൂറോപ്പിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തമാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ലണ്ടനിലെ ആദ്യത്തെ മുസ്ലിം മേയറാണ് സാദിഖ് ഖാൻ. ഇദ്ദേഹം ലണ്ടനിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണം. ഭീകരനായ മേയർ എന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ചൊവ്വാഴ്ച നടത്തിയ പ്രസംഗത്തിൽ സാദിഖ് ഖാനെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഇതിനെതിരെ പിറ്റേ ദിവസം നടത്തിയ പ്രതികരണത്തിൽ സ്ത്രീ വിരുദ്ധൻ, മുസ്ലിം വിരുദ്ധൻ, വർഗീയവാദി എന്നൊക്കെയാണ് ട്രംപിനെ സാദിഖ് ഖാൻ വിശേഷിപ്പിച്ചത്. ലണ്ടൻ പുരാതനമായ ഒരു നഗരമാണെന്നും ബ്രിട്ടനിലെ നിയമങ്ങൾ അനുസരിച്ചാണ് ഇവിടെ ഭരണം നടക്കുന്നത് എന്നും മേയർ വിശദീകരിച്ചു. ട്രംപിൻ്റെ പ്രസ്താവനയെ അടിസ്ഥാനരഹിതം എന്നാണ് ബ്രിട്ടനിലെ ആരോഗ്യ സെക്രട്ടറി വിശേഷിപ്പിച്ചത്. സാദിഖ് ഖാൻ തങ്ങളുടെ മേയറാണെന്നും ഈ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു. സാദിഖ് ഖാൻ തൻ്റെ സുഹൃത്താണ് എന്നായിരുന്നു പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ പ്രതികരണം. വസ്തുതാവിരുദ്ധവും വിഭാഗീയത വളർത്തുന്നതുമായ പ്രസ്താവനകളുടെ പേരിൽ ഇതിനു മുമ്പും ഇവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തോടെയാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘടനകൾ വലിയ ഒരു യുദ്ധമായി മാറിയത്. 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 65,000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഗാസ നഗരം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞതുമൂലം നിത്യവും പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നു. ഇത്രയും പരിതാപകരമായ അവസ്ഥയിലും ഒക്ടോബറിലെ ആക്രമണത്തെ ഹമാസ് ന്യായീകരിക്കുകയാണ്. 75 വർഷമായി തങ്ങൾ കാത്തിരുന്ന സുവർണ നിമിഷം എന്നാണ് ഈ സംഭവത്തെ ഹമാസിൻ്റെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത്. തങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിശദീകരണം. പാലസ്തീനികൾക്കിടയിലെ ഈ അനൈക്യമാണ് പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം. ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കരയിലുള്ള പ്രദേശം വെസ്റ്റ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. പാലസ്തീൻ്റെ ഭാഗമായ ഇവിടെയുള്ള ഒരു നഗരമാണ് ഗാസ. പാലസ്തീൻ ഭരിക്കുന്ന ഫത്താ പാർട്ടിയെ പരാജയപ്പെടുത്തി 2007 ഹമാസ് ഈ പ്രദേശത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തത്. ഹമാസിൻ്റെ പക്കൽ നിന്നും ഗാസ പിടിച്ചെടുക്കാനാണ് ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചത്. ഇസ്രായേലിനോട് ഗാസ കൂട്ടിച്ചേർക്കാൻ അനുവദിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. കരയുദ്ധം ആരംഭിച്ചതിനെ തുടർന്നാണ് UK, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീന് രാഷ്ട്ര പദവി നൽകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക മുൻകൈയെടുത്ത് ഒപ്പുവെച്ച ഓസ്ലോ ഉടമ്പടി അനുസരിച്ച് പാലസ്തീനിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് അമേരിക്കയുടെ കൂടി ഉത്തരവാദിത്വമാണ്. ഹമാസിന്റെ തീവ്രവാദ സ്വഭാവത്തിന്റെ പേരിലാണ് ആക്രമണങ്ങളെ ഇസ്രായേൽ ന്യായീകരിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത്
പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.